കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ ചിട്ടി കമ്പനി ഉടമകൾ കോടികളുമായി മുങ്ങിയതായി പരാതി. വ്യാപാരികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. കാരാട്ടുകുറി എന്ന സ്വകാര്യ സ്ഥാപനമാണ് നൂറുകണക്കിന് ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത് മുങ്ങിയതായി പരാതി ലഭിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, പോലീസ് കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചോ ഈ പരാതിയിന്മേൽ? നിലവിൽ കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള കാരാട്ട് കുറീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത്. ഈ സ്ഥാപനം ഒരു ചിട്ടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പ്രദേശത്തെ വിവിധ ആളുകൾ, 100-ലധികം സ്ത്രീകളും യുവജനങ്ങളും അടക്കം 100-ലധികം ആളുകൾ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ നിക്ഷേപമെല്ലാം കൂടി 1 കോടി രൂപയോളം നിക്ഷേപം ആ ബാങ്കിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ, അതായത് ഇന്നലെ ഈ സ്ഥാപനത്തിൽ 8ഓളം ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരെ ഈ സ്ഥാപനത്തിന്റെ ഉടമകളായിട്ടുള്ള മുബഷീറും സന്തോഷം വിളിച്ച സ്ഥാപനത്തിന് ഒരു സ്റ്റേ ഉണ്ട്, അതുകൊണ്ട് സ്ഥാപനം തുറക്കരുത് എന്ന് മാത്രം ഈ ജീവനക്കാരോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നലെ സ്ഥാപനം തുറന്നിരുന്നില്ല. പിന്നീടാണ് ഇവർക്ക് നിരവധി ബ്രാഞ്ചുകളുണ്ട്, മലപ്പുറത്ത് ബ്രാഞ്ചുകളുണ്ട്. അവിടെയുള്ള ജീവനക്കാരോടൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് അവർക്കും ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ഉടമസ്ഥർ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരും തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീടാണ് ഈ ഉടമസ്ഥരായിട്ടുള്ള മുബഷീറും സന്തോഷും പണവുമായി മുങ്ങിയതാണ് എന്ന വിവരം ഈ ജീവനക്കാർക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ജീവനക്കാർ തന്നെ, സ്ഥാപനത്തിലെ ജീവനക്കാർ, മാനേജർ അടക്കമുള്ളവർ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോടകം 100-ലധികം ആളുകളാണ് മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ പരാതി സ്വീകരിച്ച് സ്ഥാപനത്തിലെത്തി രേഖകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സന്തോഷും മുബഷീറിന്റെയും വീട്, ഈ ഉടമസ്ഥരായ ഇവരുടെ വീട് നീലേശ്വരത്താണ്. പക്ഷെ ഇവരെ കുറിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പോലും വ്യക്തമായൊരു ഇവരുടെ ഫാമിലി, മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ സ്ഥാപനത്തിലെ ആളുകൾക്കും കൃത്യമായ ധാരണയില്ല. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.